നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രത്യാശയുടെയും പ്രതീകമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോഴും പലർക്കും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ ഇന്ത്യൻ സമയം 11:05 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വിശ്വാസി സമൂഹം ലോകം ഒന്നടങ്കം വളരെ വേദനയോടായിരിക്കുകയാണ്. നിരവധി അനുശോചന പ്രവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിന് പിന്നാലെ വന്നത്. ഈസ്റ്റർ ആഘോഷത്തിൻ്റെ പിറ്റേന്നാണ് അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നത്. ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന പോരാട്ടം, അവസാന വാക്കുകൾ പോലും ഗാസയ്ക്ക് വേണ്ടിയായിരുന്നു. ഗാസയിലെയും ഇസ്രായേലിലെയും യുദ്ധം നേരിടുന്ന ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനം ശബ്ദിച്ചത്. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നായിരുന്നു മാർപ്പാപ്പ പറഞ്ഞത്. ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ വിശ്വാസികളെ കണ്ട മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശത്തിലാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്. പലസ്തീനിലും ഇസ്രായേലിലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തൻ്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. യുദ്ധക്കെടുതി നേരിടുന്ന എല്ലാവരെയും അദ്ദേഹം സ്മരിച്ചു. ഗാസയിലെ സ്ഥിതി പരിതാപകരമാണ്. കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് സഹായം എത്തിക്കണം. ഗാസയിൽ തടങ്കിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഇടപെടൽ വേണമെന്നുമായിരുന്നു മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ ദിനങ്ങളിൽ മോശമായിരുന്ന ആരോഗ്യസ്ഥിതിയെ മറികടന്ന് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് നേരെ കൈവീശി മാർപ്പാപ്പ ഈസ്റ്റർ ആശംസ നേർന്നിരുന്നു. ലോകത്തിനോട് മുഴുവൻ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം നൽകിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങൽ. അദ്ദേഹത്തിൻ്റെ അവസാന സന്ദേശത്തിൽ പോലും അദ്ദേഹം പറഞ്ഞു വെച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. യുദ്ധക്കെടുതികൾ നേരിടുന്ന ജനങ്ങളോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. മാത്രമല്ല, നടക്കാതെ പോയ ഒരു സ്വപ്നം കൂടിയുണ്ട് മാർപ്പാപ്പയ്ക്ക്. എന്താണെന്ന് നോക്കാം. ഇന്ത്യയുമായും ഇന്ത്യൻ ജനതയുമായും ഊഷ്മള ബന്ധമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സൂക്ഷിച്ചിരുന്നത്. മഹത്തായ സമ്മാനം എന്നായിരുന്നു ഇന്ത്യയിലേക്കുള്ള ക്ഷണത്തോട് മാർപ്പാപ്പ പ്രതികരിച്ചത്. അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യത ആരായുന്നതിനിടെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗം സംഭവിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ക്ഷണിച്ചത് 2021 വത്തിക്കാനിലെത്തിയ നരേന്ദ്രമോദിക്ക് മാർപ്പാപ്പ സമ്മാനങ്ങൾ നൽകി. ഇന്ത്യയെ പുകഴ്ത്തി സംസാരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയ ഉദ്യോഗസ്ഥരുമായും മാർപ്പാപ്പ സൗഹൃദം പങ്കിടുകയുണ്ടായി. ലോകം കോവിഡിൽ നിന്ന് മെല്ലെ മുക്തമായി വരുന്ന ഘട്ടത്തിലായിരുന്നു പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സന്ദർശിച്ചത്. കോവിഡ് തളർത്തിയ സാധാരണക്കാരെക്കുറിച്ച് മാർപ്പാപ്പ ഏറെ നേരം സംസാരിച്ചു. ഇന്ത്യയിൽ സൗജന്യ റേഷൻ അടക്കം ജനങ്ങൾക്ക് നൽകുന്നത് പ്രധാനമന്ത്രി മാർപ്പാപ്പയോട് വിവരിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് അന്ന് ഏറെ പ്രതീക്ഷ ഉയർന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. കഴിഞ്ഞ വർഷം G7 ഉച്ചകോടിക്കായി ഇറ്റലിയിൽ എത്തിയപ്പോഴും നരേന്ദ്രമോദി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ വർഷത്തെ സഭയുടെ തിരക്കുകൾ കാരണം അടുത്ത വർഷത്തേക്ക് സന്ദർശനം നിശ്ചയിക്കാനാണ് വത്തിക്കാൻ ആലോചിച്ചിരുന്നത്. എന്തായാലും ഇന്ത്യ സന്ദർശനം എന്ന ആ സ്വപ്നം, ആ ഒരു ദൗത്യം അത് നടപ്പിലാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ദേഹവിയോഗം സംഭവിച്ചിരിക്കുന്നു എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. റോമിലെ പരമ്പരാഗത ചട്ടക്കൂടിൻ്റെ പുറത്തു നിന്ന് സഭാ നേതൃത്വത്തിലെത്തിയ മാർപ്പാപ്പ ഇന്ത്യക്കാരുമായി വലിയ നല്ല രീതിയിലുള്ള അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. കർദിനാൾ ജോർജ് കൂവക്കാട്ടിൻ്റെ സ്ഥാനലബ്ധി അടക്കമുള്ള തീരുമാനങ്ങൾ ഈ സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ഇന്ത്യയിൽ നിന്ന് വലിയൊരു പ്രതിനിധി സംഘമാണ് റോമിലെത്തിയത്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യനായിരുന്നു ആ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. അസീസിയയിലെ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച് തന്റെ പ്രതിബദ്ധത അശരണരോടാണെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാനുള്ള ചടങ്ങുകൾക്കടക്കം നേതൃത്വം നൽകിയിരുന്നു. വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അന്ന് മാർപ്പാപ്പ സ്വീകരിക്കുകയും ചെയ്തു. മാർ ജോർജ് കൂവക്കാട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെയും മാർപ്പാപ്പ കണ്ടു. മന്ത്രി ജോർജ് കുര്യന് പ്രത്യേക കൂടിക്കാഴ്ചയ്ക്കുള്ള സമയവും മാർപ്പാപ്പ നൽകി. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ റോമിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ പങ്കുചേർന്ന മാർപ്പാപ്പ മനുഷ്യർ ഒന്നാണെന്ന് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമാധാനത്തിനു വേണ്ടി അന്നും പോരാട്ടം നടത്തിയത്. ശിവഗിരിയിലെ സന്യാസിമാരും പാണക്കാട്ട് തങ്ങളും അടക്കം ആ സമ്മേളനത്തിനെത്തിയ എല്ലാവരെയും മാർപ്പാപ്പ നേരിൽ കണ്ടു. അതേസമയം
കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 11:30 വത്തിക്കാനിൽ ആരംഭിക്കും. വത്തിക്കാന്റെ നിലവിലെ ആക്ടിംഗ് ഹെഡ് കർദിനാൾ കെവിൻ ഫാരലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച മൃതദേഹ പേടകത്തിലേക്ക് പോപ്പിനെ മാറ്റും. മാർപ്പാപ്പയുടെ വസതിയായ സാന്താ മാർത്ത ചാപ്പലിലാണ് ഈ ചടങ്ങുകളൊക്കെ അരങ്ങേറുക. വത്തിക്കാനിലെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും പോപ്പിന്റെ കുടുംബാംഗങ്ങളും ഈ ചടങ്ങുകളിൽ സന്നിഹിതരാകും. അതീവ സ്വകാര്യമായ ഒരു ചടങ്ങാണിത് എന്നതാണ് ഈ ചടങ്ങിനെ സംബന്ധിച്ചുള്ള വിശേഷത. മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ മാമോദിസ പേര് വത്തിക്കാന്റെ ആക്ടിംഗ് ഹെഡായ കർദിനാൾ കെവിൻ ഫാരൽ 3 തവണ വിളിക്കും. പ്രതികരിക്കാതിരുന്നാൽ മരിച്ചതായി സ്ഥിരീകരിക്കുമെന്നതാണ് റോമൻ പാരമ്പര്യം. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മൃതശരീരത്തിൽ നിന്ന് ഫിഷർമെൻസ് മോതിരവും സീലും നീക്കം ചെയ്യും. ഇതിലൂടെ പോപ്പിന്റെ ഭരണത്തിന്റെ അവസാനം അടയാളപ്പെടുത്തും. ഏപ്രിൽ 23 ബുധനാഴ്ച രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കും. സഭയുടെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്യാറുള്ളത്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ രാവിലെയോടെയാണ് കാലം ചെയ്തത്. 35 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം മാർച്ച് 23-നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടത്. ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ ദിനത്തിലും മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ടു. ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഈസ്റ്റർ സന്ദേശത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. 2 മാസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ മാർപ്പാപ്പയ്ക്ക് നിർദ്ദേശിച്ചിരുന്നത്. ആശുപത്രി വിടുന്നതിന് മുമ്പ് ജമല്ലി ആശുപത്രിയിലെ 10ാം നിലയിലെ മുറിയുടെ ജനാലയ്ക്കരികിൽ നിന്ന് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തിരുന്നു. കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തകളും ഓരോ വിവരങ്ങളും ചങ്കിടിപ്പോടെയാണ് ഓരോ വിശ്വാസികളും കേട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ അദ്ദേഹം സുഖം പ്രാപിച്ച് മടങ്ങിയപ്പോൾ വളരെ ആശ്വാസകരമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ ഇപ്പോഴും വിശ്വാസികൾക്കാകുന്നില്ല. ആ ഒരു നടുക്കത്തിൽ നിന്ന് ഇതുവരെ പലരും മുക്തമായിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് വിശ്വാസി സമൂഹവും ലോകം ഒന്നടങ്കം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ അനുശോചനം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മന്ത്രി സജി ചെറിയാൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു. തീരാനഷ്ടം എന്നാണ് എല്ലാവരും ഒരേപോലെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്ത്യയുമായുള്ള ബന്ധത്തെയും പല നേതാക്കന്മാരും ഓർത്തെടുക്കുകയുണ്ടായി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും എല്ലാ പക്ഷപാതമില്ലാത്ത ഒരു ചേർത്ത് നിർത്തലിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് മാർപ്പാപ്പയെ നേതാക്കന്മാർ വാഴ്ത്തുന്നത്.